ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു മുട്ട ആംപ്ലേറ്റ് ആക്കിയാലോ. നമ്മൾ അടുക്കളയുടെ ഉള്ളിൽ ഇരട്ടിൻ്റെ പെട്ടിയിൽ കേട്ടോ മുട്ട വെക്കുന്നത്. ചാടിയുടെയും വെച്ചിട്ട് തട്ടിയിട്ട് മുട്ടിയിട്ട് പൊട്ടിങ്ങ് നമുക്ക് തന്നെയല്ലേ പണി. അതിൽ നിന്ന് 3 മുട്ട എടുത്തു, നല്ല വൃത്തിക്ക് കഴുകി. ഒരു നീരുള്ളി എടുത്തിട്ടു കേട്ടോ, നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ എത്ര എടുക്കാം. ഞാൻ ഒന്നെടുത്തിട്ടു. എന്നിട്ട് നല്ല വൃത്തിക്ക് മുറിക്കുക. അതിൻ്റെ ചുളിയെല്ലാം എടുത്തിട്ട് നല്ല വൃത്തിക്ക് കഴുകുക. എന്ന് വെച്ചാൽ ആ കറുപ്പ് കളർ പോകാൻ വേണ്ടിയിട്ടോ ഒന്നും കൂടി കഴുകിയത്. കുഞ്ഞ് കേട്ടോ വീഡിയോ എടുക്കുന്നില്ലേ, അപ്പോൾ ഞാൻ കുഞ്ഞോട് പറയുന്നത് കുറച്ച് പൊക്കി പിടിച്ചിട്ട് എടുക്കും മോനെ, എന്നാലല്ലേ നമുക്ക് മുറിക്കുന്നെല്ലാം വീഡിയോയിൽ കിട്ടും. പിന്നെ എല്ലാം മുറിച്ചിട്ട് വെച്ചു. എന്നിട്ട് 3 മുട്ടേരെ പിന്നെ 1 മുട്ട ഫുള്ളും 2 മുട്ട വൈറ്റ് മാത്രമേ എടുത്തിട്ടു കേട്ടോ, കാമ്പെടുത്തിട്ടില്ല. കണ്ട കാമ്പെടുത്തിട്ട. അതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി അത്ര ഇടാം. എന്ന് വെച്ചാൽ പച്ചമുളക് എടുത്തിട്ടാട്ടോ. മുളക് പൊടിക്ക് കുറച്ച് കാരമുണ്ട്, അപ്പോൾ പിന്നെ എരിവ് കൂടുതൽ വേണ്ടല്ലോ. അത് നല്ല വൃത്തിക്ക് കലക്കുക. എന്നിട്ട് എന്താക്കിയാണ് മുറിച്ച് വെച്ച നീരുള്ളിയില്ലേ അത് ഇടാം. എന്ന് വെച്ചാൽ 3 മുട്ട എടുത്തിട്ട് അതിലൊരു മുട്ടയുടെ കാമ്പും 2 മുട്ടയുടെ വൈറ്റെല്ലാം എടുത്തത്. അപ്പോൾ ഈ മുട്ടയിൽ വൈറ്റല്ലേ കൂടുതൽ, അതുകൊണ്ട് വലിയ പാങ്ങൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ എന്തൊക്കെയാണ് അതിലത്തേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ടു. അങ്ങനെ ചിക്കൻ മസാല എപ്പോഴും ഇടലൊന്നുമില്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇടലൂ. എന്നിട്ട് എന്തൊക്കെയാണ് പാൻ എടുത്തു. അതിൽ എപ്പോഴും വെളിച്ചെണ്ണയാണ് ഇടൽ, എന്തൊക്കെയാണ് ഒലിവ് ഓയിലാണ് ഒഴിച്ചത്. എന്നിട്ട് മുട്ട കലക്കിയത് അതിലത്തേക്ക് പോർന്നു. എന്നിട്ട് എന്തൊക്കെയാണ് തീ കൂട്ടിയിട്ടിട്ട് പോർന്നത്, അല്ലെങ്കിൽ ഒരു വേവാത്ത പോലെ നമുക്ക് വിചാരിച്ച പോലെ ഇങ്ങനെ കിട്ടിയില്ല, മറിച്ചിടാനൊന്നും പറ്റിയില്ല. എന്നിട്ട് എന്തൊക്കെയാണ് അത് നേരെ പൊത്തിയിട്ട് വെച്ചു. തീ കൂട്ടിയിട്ട് വെച്ചു കേട്ടോ. എന്നിട്ട് എന്തൊക്കെയാണ് തീ കുറച്ചിട്ട് വെച്ചു. എന്നിട്ട് ഞാൻ ഇത് നോക്കുന്നത് എന്താ വെച്ചാലില്ലേ, ഒരു കയ്യിൽ ഫോണുണ്ട്, ഇതെങ്ങനെ മറിച്ചിടുന്നു പറഞ്ഞിട്ട് കേട്ടോ കുറച്ച് വെയിറ്റ് ആക്കിയത്. എങ്ങനെ കയ്യിൽ നിന്നുണ്ടായിട്ടൊക്കെ ഉണ്ടാവും. മുട്ടേരെ പകുതി താഴെ വീണു. അല്ലെങ്കിൽ എപ്പോഴും നേരായാലുണ്ട് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് തോന്നിട്ടാ അത് പോയി. പിന്നെ അതൊരു പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ നമ്മൾ ആക്കിയ 2 മുട്ടേരെ കാമ്പില്ലേ, അതിനെന്തൊക്കെയാണ് ഒരു കയ്യിൽ പോലത്തെ പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതും ഒഴിക്കാനേ പറ്റുന്നുണ്ടായിട്ട്. എന്താ വെച്ചാൽ വൈറ്റ് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മുട്ടേരെ ഹോൾസ് കുറച്ച് ചെറുതാക്കിയിട്ടുണ്ടായത്. എന്നിട്ട് തോട് പൊടിച്ച് കുറച്ച് വലുതാക്കിയിട്ട് എങ്ങനെയല്ലോ ഒഴിച്ചു. എന്ന് വെച്ചാൽ മറ്റേ കയ്യിൽ ഫോണില്ലതല്ലേ, അതുകൊണ്ട് കറക്റ്റ് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിട്ടാ. എങ്ങനെയല്ലോ എടുത്തു. അതിൽ ലാസ്റ്റ് കുറച്ച് ഉപ്പിട്ടു. പിന്നെ എന്താക്കി പറഞ്ഞാൽ അതിലത്തേക്ക് കുറച്ച് ചിക്കൻ മസാല എന്ന് പറഞ്ഞേക്കണ്ടോ കൂടുതലായി. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് എടുക്കുന്നുണ്ടോയെന്ന് അറിയില്ല, ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിട്ടാ. പിന്നെ ചട്ടി ചൂടായതുകൊണ്ടോയെന്ന് അറിയില്ല, നല്ല പുകയെല്ലാം വരുന്നുണ്ടായിന്. ലാസ്റ്റ് അതെങ്ങനെയല്ലോ മറിച്ചിട്ടു. പിന്നെ നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. കണ്ണൻ മുട്ട തിന്നാത്ത കണ്ണൻ വീഡിയോ എടുക്കുന്നുണ്ട്. മുട്ടയെല്ലാം തിന്നുന്നുണ്ട്, പൊള്ളുന്നുണ്ടായിന് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നല്ല സൂപ്പർ എന്നെല്ലാം പറയുന്നുണ്ട്. പഴം കൂട്ടിയിട്ട് തിന്നുന്ന ആൾക്ക് പഴം കൊടുത്തിട്ട് പഴം വേണമൊക്കെ കറി വേണമെന്നുണ്ട് കുറച്ച് കറി കൊടുത്തു. എരിഞ്ഞിട്ട് തിന്നാൻ കഴിയുന്നുണ്ടായിട്ട. ലാസ്റ്റ് കുറച്ച് വെള്ളം കൊടുത്തു. പിന്നെ എനിക്കാണ് കേട്ടോ ഒന്ന് ഫസ്റ്റ് ആയത്, അല്ലെങ്കിൽ കണ്ണനാണ് ഫസ്റ്റ് ആയാൽ. പറഞ്ഞാൽ ആടെ വെച്ചിട്ടുണ്ട് അതെടുക്ക്, അപ്പോൾ പൊന്നുമാമി എടുത്തിട്ട് തിന്നുമ്പോൾ എനിക്കിത് തിന്നിട്ടാവും, അപ്പം എനിക്ക് ഫസ്റ്റ് ആവും എന്നെല്ലാം പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് പാല് കൊടുത്തിട്ട് എപ്പോഴൊന്നും കൊടുക്കലില്ല കേട്ടോ, കവന്ന് പറയുന്നുണ്ട് കൊടുക്കില്ല. അമ്മ അവിടെ ഇരുന്നിട്ട് ഫോണിൽ സ്റ്റാറ്റസ് നോക്കുന്നുണ്ട്, പാട്ട് കേൾക്കുന്നുണ്ട്. തലയെല്ലാം ആട്ടിയിട്ടാണ് തിന്നുന്നില്ലേ. അല്ലെങ്കിൽ മുട്ട വേണ്ടാത്ത ആളൊന്നും മുട്ട തിന്നുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു തിന്നുന്നത്, അല്ലെങ്കിൽ തിന്നലൊന്നും ഇല്ല അങ്ങനെ. എന്നിട്ട് നമ്മൾ നേരെ മുറ്റത്തേക്ക് പോയി. അവിടെ ഇന്നലെ കളിക്കാൻ വെച്ച സാധനം ഉണ്ടായിന്. ഇതിൽ കുറച്ച് വെള്ളം വേണം എന്നെല്ലാം പറ്റും. വെള്ളമെല്ലാം എടുക്കാൻ പോകുന്നുണ്ട്. വെള്ളമെല്ലാം എടുത്തിട്ട് പാട്ടിന്ന് കുറച്ച് വെള്ളമെല്ലാം എടുത്തിട്ട് അതിലത്തേക്ക് ഒഴിച്ചിട്ട് ഒഴിച്ച വെള്ളം കുറച്ച് അധികമായിട്ട് എന്താക്കിയാണ് നേരെ പാട്ടയിലേക്കെല്ലാം കൂട്ടി. എന്നിട്ടും കുറച്ച് വെള്ളം ഉണ്ടായിന്. എന്നിട്ടും പാട്ടയിലേക്ക് കൂട്ടി. എന്ന് വെച്ചാൽ അതിൽ വെള്ളം നോക്കാത്ത മണ്ണാണ് ആ മുട്ടത്തോടിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതൊരു സെറ്റാന്നില്ലാന്ന് തോന്നുന്നു. ഊതുമ്പെല്ലാം ഫുള്ള് മണ്ണെല്ലാം വരുന്നുണ്ട്, അങ്ങനെ തെറിക്കുന്നു വീട്ടേക്ക്. അപ്പോൾ അതൊരു കട്ട പോലെ ആവാൻ വേണ്ടിയിട്ടാണ് അതിലത്തേക്ക് വെള്ളം ഒഴിച്ചത്. എന്നിട്ട് അതിലിട്ടിട്ടുണ്ടായ മണ്ണെല്ലാം എന്താക്കിയാൽ നേരെ പാത്രത്തിലേക്ക് തന്നെ ചെരിഞ്ഞു. എന്നിട്ടും വരുന്നുണ്ടായിട്ടാണ്. എന്നിട്ട് കയ്യോടാണ് തോണ്ടുന്നില്ലത്. അതിൻ്റെ അടുക്ക് എന്തെല്ലോ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കൈക്കെല്ലാം ചളിയാന്നുണ്ട്, പിന്നെ പൊട്ടാനായ എന്തെല്ലോ പറയുന്നുണ്ട് അതിൻ്റെ ഇടക്ക്. പിന്നെ അത് നമ്മ ആക്കിയ മുട്ടേരെ തോട് കേട്ടോ, സോറി മാറിപ്പോയി. നമ്മ മുട്ട ആംപ്ലേറ്റ് ആക്കിയിട്ടേ അതിൻ്റെ 2ൻ്റെ വൈറ്റ് മാത്രം എടുത്തിന് പറഞ്ഞിട്ട്, അപ്പോൾ കാമ്പ് ഒന്നിച്ച് വരണ്ടാണ്ട് ഞാൻ ചെറിയ ഹോൾസ് മാത്രമേ ആക്കിയിട്ടുണ്ടായിട്ടു. അപ്പം അതിൻ്റെ തോടാണ് കേട്ടോ ഇത്, മുട്ടത്തോട് വരുന്നത്. എന്നിട്ട് എന്താക്കി പറഞ്ഞാൽ അതിലെല്ലാം ഫുള്ള് നിറച്ചിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ട് ഈ വീഡിയോക്ക് വോയിസ് ഇടുന്നുണ്ട്, അതിൻ്റെതായ കുറേ മിസ്റ്റേക്കെല്ലാം ഉണ്ട്.
പിന്നെ കൈക്കെല്ലാം മണ്ണായിട്ട് ആടെ ഒരു തുണി ഉണ്ടായിന് അതിലത്തേക്ക് കൈ തൂർത്തിട്ട് കണ്ട പാട്ടത്തെ വെള്ളം അതിൽ കൂട്ടിയിട്ട് കണ്ട വീഡിയോ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ മുട്ടയിലെടുത്തിട്ട് ഇപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് എടുക്കുന്നുണ്ട്. കണ്ട ഇതെല്ലാം അമ്മയാക്കി കേട്ടോ. അമ്മ ചിത്രം വരയ്ക്കുന്നതിനെല്ലാം ഭയങ്കരമാണ്. കണ്ട എൻ്റെ നേരെ വന്നിട്ട് അതിൽ കിടന്നിട്ട്. ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മളെ വീഡിയോ. ഓക്കെ ബൈ.